പുതിയ മറ്റൊരു പേര് കൂടി പറഞ്ഞു കേൾക്കപ്പെടുന്നത് ജോർജ് കുര്യൻ കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം നേടുമെന്നുള്ള ചില സൂചനകളുണ്ട്. രണ്ടാം മന്ത്രി ജോർജ് കുര്യൻ ആയിരിക്കും സുരേഷ് ഗോപിക്ക് പുറമെ എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. രഞ്ജിത്ത് ഉറ്റുനോക്കുകയാണ് ആരെല്ലാമാണ് കേരളത്തിൽ നിന്ന് ആരെല്ലാം എന്നുള്ള പറയുമ്പോൾ പല പേരുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ സ്ഥിരീകരണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അല്പം മണിക്കൂറിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോഴും ജോർജ് കുര്യന്റെ പേര് ഈ നിമിഷത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. ജോർജ് കുര്യൻ ദില്ലിയിലാണോ? ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമുണ്ടോ? അപർണ, ജോർജ് കുര്യനാകും സംസ്ഥാനത്തു നിന്നുള്ള രണ്ടാമത്തെ കേന്ദ്രമന്ത്രി എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. കാരണം ജോർജ് കുര്യൻ ഇന്ന് പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം കേരളത്തിൽ നമുക്കറിയാം ബി.ജെ.പിക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങളെ ബി.ജെ.പിയിലേക്ക് അടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി ഒരു ക്രിസ്ത്യൻ മുഖത്തിന് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ പ്രാധാന്യം നൽകുകയാണ്. നമുക്ക് ഒരു 10 മണി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ജോർജ് കുര്യനുമായി ബന്ധപ്പെടാൻ മണിക്കൂറുകളായി ശ്രമിക്കും. പക്ഷെ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി വരികയാണ്. ജോർജ് കുര്യനാണ് കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമത്തെ കേരളത്തിൽ നിന്ന മുഖം എന്നുള്ളതാണ്. നമുക്കറിയാം സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കോട് കൂടിയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായോ ഒരുപക്ഷെ ഈ മണിക്കൂറുകളും പ്രഖ്യാപനം ഉണ്ടായേക്കാം. അതിനൊപ്പമാണ് ഇപ്പോൾ ജോർജ് കുര്യൻ. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സഹമന്ത്രി സ്ഥാനമാകും ജോർജ് കുര്യന് ലഭിക്കുക. നമുക്കറിയാം നേരത്തെ ഇത്തരത്തിൽ ക്രിസ്ത്യൻ മുഖങ്ങളെ പലരെയും ബി.ജെ.പി മന്ത്രിസഭയിൽ പരീക്ഷിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ജോർജ് കുര്യൻ എന്ന ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവാണ് അദ്ദേഹം. ഒപ്പം നമുക്ക് ചാനലുകൾക്കടക്കം ഈ അതിഥികളെ നൽകുന്ന അതിന്റെ കോർഡിനേഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട മുഖമാണ് അദ്ദേഹം. അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി ഇപ്പോൾ ബി.ജെ.പി കേന്ദ്ര അങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത്, അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് ബി.ജെ.പി കടക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ വേണ്ടേ വിലയിരുത്താൻ. ക്രൈസ്തവ സഭകളുടെ നിലപാട്, ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി അടക്കമുള്ള ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കേരളത്തിലും അല്ലാതെയും നടത്തുന്ന ചർച്ചകളെല്ലാം ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക്, ന്യൂനപക്ഷത്തിന് പ്രാമുഖ്യം നൽകുകയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നീക്കത്തിലേക്ക് ബി.ജെ.പി കടക്കുന്നു. അങ്ങനെ വേണ്ടേ ഇത് വിലയിരുത്താൻ? റൈറ്റ്, രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് പറയുന്നതാലും ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാകും. കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. സുരേഷ് ഗോപി കഴിഞ്ഞ് പിന്നീട് മറ്റ് അടുത്ത പേര് ആരുടെ ആയിരിക്കും എന്ന തരത്തിലുള്ള ആരായിരിക്കുമെന്നുള്ള ചോദ്യത്തിന് പല പേരുകളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഉയർന്നു വന്നിരുന്നത്. അത് കെ സുരേന്ദ്രൻ, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആയിരിക്കുമോ? ആലപ്പുഴയിൽ വലിയ വിജയം കൈവരിച്ച ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമോ? അതോ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മന്ത്രിസഭയിൽ തുടരുമോ? മറ്റ് വി മുരളീധരൻ, അദ്ദേഹത്തിന്റെ രാജ്യസഭ എം പി കാലാവധി കഴിഞ്ഞ സാഹചര്യമുണ്ട്, അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ള സാഹചര്യമെല്ലാം ഉണ്ട്. അപ്പോഴാണ് ജോർജ് കുര്യൻ ആയിരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നത്. അത് സ്ഥിരീകരിക്കാമെന്ന് കൂടിയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. വീണ്ടും രഞ്ജിത്തിലേക്ക് ചേർന്നു. രഞ്ജിത്ത്, നേരത്തെ ഞാൻ ചോദിച്ചു വന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിലൊക്കെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൃത്യമായി ബി.ജെ.പിക്കൊപ്പം നിന്നു എന്നുള്ളൊരു വിലയിരുത്തലുകൾ ആ വലിയ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ ഒരു സമയത്ത് ക്രൈസ്തവ സഭകൾ എടുത്ത നിലപാട്, സഭാധ്യക്ഷന്മാരുമായി ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ട് നടത്തിയ കൂടിക്കാഴ്ചകൾ, ഇതെല്ലാം ഉണ്ട്. ന്യൂനപക്ഷത്തിനോടൊപ്പം നിൽക്കുകയാണ് എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കേരളത്തിൽ നൽകണം എന്ന് ബി.ജെ.പി സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് കൂടിയാണ് ജോർജ് കുര്യൻ രണ്ടാമത് നറുക്ക് വീണിരിക്കുന്നത് എന്നുകൂടി വിലയിരുത്തണ്ടേ ഇപ്പോൾ? തീർച്ചയായും അപർണ, അതായത് ഈ ജോർജ് കുര്യൻ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയിൽ ഒരു സൗമ്യ മുഖമാണ്. കാരണം അത്ര വലിയ തരത്തിലുള്ള അദ്ദേഹം ഒരു വലിയ ഉയർന്ന നിലയിലേക്കൊന്നും സംസ്ഥാന നേതൃത്വത്തിൽ പോലും വന്നിട്ടുള്ള ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ചാനലുകൾക്കടക്കം ഗസ്റ്റ് ഈ അതിഥികളെ നൽകുന്നതിനുള്ള കോർഡിനേഷൻ അടക്കം ചെയ്യുന്ന ആളാണ് അദ്ദേഹം. സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ് അദ്ദേഹം. ഒപ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ പ്രധാനപ്പെട്ട ഒരു മുഖം കൂടിയാണ് ജോർജ് കുര്യൻ എന്ന് ചേർത്ത് വായിക്കണം. കാരണം നേരത്തെ ഈ പറഞ്ഞതുപോലെ ബി.ജെ.പി നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. തൃശ്ശൂർ പോലും സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കിട്ടി എങ്കിൽ, എം പി സ്ഥാനത്തേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നെങ്കിൽ അത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ, തൃശ്ശൂരിലെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ ബി.ജെ.പിക്ക് കിട്ടി എന്ന ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. ആ തരത്തിലാണ് ഇപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ജോർജ് കുര്യനിലേക്ക് പേരെത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി, അമിത് ഷാ, ഒപ്പം ജെ.പി. നഡ്ഡ എന്നീ 3 ആളുകൾ മാത്രമാണ് കൃത്യമായി തന്നെ മന്ത്രിമാരുടെ പേരുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവരുടെ
പങ്കുവച്ചിരുന്നത് എന്നാണ്. കേരളത്തിലെ നേതാക്കൾക്ക് പോലും ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കേരളത്തിൽ വരുമ്പോൾ അവരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ ലെവലിലൊക്കെ BJP അംഗീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ജോർജ് കുര്യൻ എന്നതിനോട് ചേർത്ത് വായിക്കണം. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതോടെ BJP ഒരുപാട് ലക്ഷ്യങ്ങൾ കാത്തുവെക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുമായി എന്നും BJP, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി BJP എന്നും അടുക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു പേര് നമ്മൾ രാവിലെയൊക്കെ കെ സുരേന്ദ്രൻ ഒരുപക്ഷെ കേന്ദ്രമന്ത്രി ആയേക്കാം എന്നുള്ള പേര് നൽകിയിരുന്നുള്ളൂ. അത്തരത്തിൽ ചില സൂചന ഉണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ ഇപ്പോൾ രാജ്യസഭ പദവി കൊടുക്കും, മന്ത്രിയായില്ല എങ്കിൽ പോലും MP സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രൻ എത്തും എന്നുള്ള സൂചനകൾ ഉണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി തീർച്ചയായിട്ടും രഞ്ജിത്ത് തിരികെ എത്താം. കൈ നിറച്ച്